മാത്രമല്ല ഈ മണ്ണിടിഞ്ഞ അപ്പുറം ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂരൽമലയിലേക്ക് പോകാനുള്ള ഒരു റോഡാണ്. ആ ഭാഗത്തും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നുള്ള ആളുകളൊക്കെ കൂടുതലായി ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഇപ്പോൾ ഏറ്റവും രക്ഷാപ്രവർത്തനത്തിന് വില്ലനായി മഴ ശക്തമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. മഴ കൂടുതലായി ഇങ്ങോട്ടേക്ക് പെയ്യുന്നുണ്ട്. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കലങ്ങി മറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് ഇത്രയധികം മഴ ഇവിടേക്ക് പെയ്തത്. പക്ഷെ രാവിലെ ഒരു 8 മണി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയം വരെ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. മഴ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഫൈസൽ, ഈ പ്രേക്ഷകർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ആ മലയുടെ മറുവശമാണോ ഈ കള്ളാടി? അജിൻസ്, ഈ മുണ്ടക്കായ് ചൂരൽമല പുത്തുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ മലയുടെ ഒരു ഭാഗമാണിത്. ഇവിടെ നിന്നാണ്, കള്ളാടിയിൽ നിന്നാണ് ഈ ഒരു മലയുടെ തുടക്കം എന്ന് നമ്മൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. ഈ കാണുന്ന ഈ തുരങ്കപാത നിർമ്മിക്കുന്ന ഈ ഒരു മലയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ചൂരൽമല പുത്തുമലയാണ് അടുത്ത പ്രദേശം. അത് കഴിഞ്ഞാൽ ചൂരൽമലയാണ്, പിന്നെ മുണ്ടക്കായാണ്. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും ഈ ഒരു മലയുടെ ഭാഗമായിട്ട് വരുന്ന, ഈ മലയുടെ താഴ്വാരത്തായിട്ട് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. മേപ്പാടിയിൽ നിന്ന് നേരത്തെ നമ്മൾ പറയുന്ന പോലെ 13.5 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത്. മേപ്പാടിയിൽ നിന്ന് 7-8-9 കിലോമീറ്ററാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിടിച്ചിലുണ്ടായ തുരങ്കപാതയുള്ള കള്ളാടി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്കുള്ളത്. ഇവിടെ നിന്ന് 5 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും ഉള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഇവിടുത്തെ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത്. നേരത്തെ പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു, മുണ്ടക്കൈ ചൂരൽമലയിലും നമ്മൾ 2 വർഷം മുമ്പ് വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കള്ളാടി ഭാഗത്തും മറ്റൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി അത് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു ബസ് സ്റ്റോപ്പ്, ഒരു പള്ളി, ഒരു വീട്, ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഇത് മൂന്നും പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. 4 ആളുകളെയാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മുമ്പ് ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പ്രദേശത്തിന്റെ മുമ്പത്തെ അവസ്ഥ, ആ വിഷയം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് എന്നായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? അജംസ്, കൃത്യമായി അത്തരത്തിൽ ഒരു ദിവസം നമുക്ക് ഓർമ്മയില്ല. എന്തായാലും അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ മാറ്റം അന്നത്തെ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ന് വലിയ ഒരു മാറ്റം ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായും കോൺക്രീറ്റ് ഭിത്തി, അതായത് തുരങ്കപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും പൊളിഞ്ഞ് റോഡിലേക്ക് തള്ളിയിട്ടുണ്ട്. അതിന് പുറമെ വലിയ ഒരു മൺകൂന തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്.